ഒന്നുമില്ല, ഡാൻസ് വീഡിയോ ഞങ്ങൾ ചെയ്തത്. രണ്ടുപേരും ഒരു മോഡേൺ കോസ്റ്റ്യൂം ഇട്ട് ഡാൻസ് വീഡിയോ ആണ് ചെയ്തത്. അത്ര മാത്രമല്ല, ഔട്ട് വരുന്നത് കാണാം. അപ്പൊ എന്തായാലും ഒരു സർപ്രൈസ് ആണ്. രേണു തന്നെയല്ലേ? രേണു ഞാൻ തന്നെയാണ്. അത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ലല്ലോ? കഴിഞ്ഞതാ. ഇത് റീലിന്റെ കൂടെ തന്നെ എടുത്താണ്. ആണല്ലേ? എടുത്ത് കഴിഞ്ഞതാണ്, അല്ലാതെ ഇനി എടുക്കാനുള്ളതല്ല, എടുത്ത് കഴിഞ്ഞതാണ്. വേറൊരു ടൈപ്പ് ആണല്ലേ? വേറെ ടൈപ്പാണ്. ലൊക്കേഷനൊക്കെ ലൊക്കേഷനൊക്കെ കൊച്ചി തന്നെ. ദാസേട്ടന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസുള്ള വീഡിയോ ഇതാണ്. ഏറ്റവും കൂടുതൽ വ്യൂസുള്ള വീഡിയോ ആണ്. എൻ്റെ 5 മില്യൺ, എൻ്റെ 5.5 മില്യൺ വരെ ഒരു വീഡിയോ കയറിയിരുന്നു. അത് നമ്മളെ ഒരു ഡ്യുവറ്റ് ചെയ്ത വീഡിയോ ആണ്. അതായത് ഒരുമിച്ച് കണ്ടില്ല, ഒരു ഡ്യുവറ്റ് ചെയ്യില്ല, നമ്മൾ പകുതി പകുതിയായിട്ടില്ല. അമല ഷാജിന്റെ കൂടെ ചെയ്ത ഒരു ഡ്യുവറ്റ് വീഡിയോ. ഒരുമിച്ച് ചെയ്തല്ല, അവർക്ക് ഞാൻ ഡ്യുവറ്റ് ചെയ്തതാണ്. അവളെ വീഡിയോക്ക് ഞാൻ ഡ്യുവറ്റ് ചെയ്തതാണ്. അതാണ് 5.6 മില്യൺ അത് കയറിയിട്ടുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ 2-3 ദിവസം ലൈറ്റുള്ളൂ. ഇപ്പോൾ മുന്നോട്ട് കിടക്കുന്ന ഒരുപാട്. എൻ്റെ കണക്കുള്ള 10 മില്യണെങ്കിലും കയറണം, എന്നാലേ അത് നമ്മൾ 100% നമ്മൾ പ്രയത്നിച്ചതിന് ഫലം ഉണ്ടാവും വിചാരിക്കാം. 10 മില്യൺ കയറണമായിട്ട്. തീർച്ചയായിട്ടും. പിന്നെ സിനിമയിൽ വരുന്നു എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഇത് ഇപ്പം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞാൽ പുതിയ സിനിമ അപൂർവ പുത്രന്മാർ ബിബിൻ ജോർജിന്റെ വിഷ്ണുവിനും കൂടെ അത് നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഉള്ളത് നമ്മളെ ഒടിയങ്ക എന്ന മൂവി, അതിൽ വില്ലൻ ക്യാരക്ടറാണ്. ഈ 2 സിനിമകളും നല്ല ക്യാരക്ടറാണ്. പിന്നെ കൂടെ എന്നുള്ള സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു കൂടെ ബിബിൻ ജോർജ്. ഈ 3 സിനിമകളും എനിക്ക് തോന്നുന്നു ഈസ്റ്ററിന് മുമ്പായിട്ട് റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞു കേട്ടത്. ഇനി 1-2 സിനിമകൾ, തമിഴ് സിനിമ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഏപ്രിലിൽ. അങ്ങനെ കുറെ അവസരങ്ങൾ കുറെ വന്നിട്ടുണ്ട്, അങ്ങനെ അവർ ആലോചിക്കുന്നുണ്ട്. ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുമ്പോൾ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ജോലി സംബന്ധമായി ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് ഗവൺമെന്റിന് പെർമിഷൻ വാങ്ങണം. അഭിനയിക്കാൻ വേണ്ടി പെർമിഷൻ വാങ്ങണം. അത് വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അഭിനയം തന്നെ എന്നെ സംബന്ധിച്ചപ്പോൾ ചെറിയ വേഷങ്ങളൊന്നും നമുക്ക് കിട്ടുന്നത്. ഒരു 2-3 ദിവസം ലീവ് എടുക്കേണ്ട ആവശ്യം വരുന്നത്. തങ്കമണിക്കാണ് 5 ദിവസം ലീവ് എടുത്തത്. ബാക്കി 2-3 ദിവസം ലീവ് എടുക്കേണ്ട ആവശ്യം വരുന്നത്. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മെയിൻ മുന്നോട്ട് നല്ല വേഷങ്ങൾ കിട്ടിയ ജോലി ഒഴിവാക്കേണ്ട ഒരിക്കലും ഇല്ല. ജോലി ഒഴിവാക്കിയുള്ള പരിപാടി നിൽക്കില്ല. ലീവ് എടുക്കിട്ടോ, ഗവൺമെന്റ് നമുക്ക് ലീവ് കിട്ടും. ലീവ് നമ്മൾ 5, 6, 7 മാസമൊക്കെ നമുക്ക് ലീവ് എടുക്കാം. വിത്തൗട്ട് സാലറി നമുക്ക് ലീവ് കിട്ടും. ജോലി ഒഴിവാക്കിയുള്ള പരിപാടിക്ക് നിൽക്കില്ല. അത് എത്ര വലുത് വന്നാൽ നമ്മൾ ചെയ്യില്ല. അപ്പോൾ നമ്മളെ സിനിമയിൽ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലിയുള്ള ആൾക്കാരാണ്. നമ്മളെ ഭരത് ഗോപി, പഴയ മരിച്ചായി ഭരത് ഗോപി KSCB സിനിമ സൂപ്പറായിരുന്നു. വിനയൻ സംവിധായകൻ, വിനയൻ KSCB സബ് എഞ്ചിനീയറായിരുന്നു. ഇവരൊക്കെ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയി പിന്നെ ജോലി രാജിവെച്ച് സിനിമയിലേക്ക് വന്ന ആൾക്കാരാണ്. അതുപോലൊന്നും നമ്മളെ സംബന്ധിച്ച് എന്തായാലും ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. റീൽ വൈറലായതിനു ശേഷം ഇവിടുത്തെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു റെസ്പോൺസ് നല്ല അഭിപ്രായങ്ങളല്ലാരും, നല്ല അഭിപ്രായങ്ങളാണ്. ഇവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. കുറേ ആൾക്കാർ വിളിച്ചു, അഭിനന്ദിച്ചു. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുറേ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ എന്ത് വന്നാലും എൻ്റെ ജോലിക്ക് ഭംഗം വരാത്ത രീതിയിൽ മാത്രമേ എന്ത് കാര്യങ്ങളും ചെയ്യൂ. എനിക്കൊരു 100% എനിക്കെന്നെ ഡിപ്പാർട്ട്മെൻറ്റിനോട് സ്നേഹമുണ്ട്, KSCB-നോട്. അപ്പം KSCB-നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. ഫാമിലിൻ്റെ റെസ്പോൺസ് ഒക്കെ പോസിറ്റീവാണ്. ഭാര്യ മക്കളൊക്കെ നല്ല അഭിപ്രായം പറയുന്നത്. അപ്പൊ എന്തായാലും ദാസേട്ടാ ഓൾ ദി ബെസ്റ്റ്. അടുത്ത സിനിമയ്ക്കും അടുത്ത റീലിനും. ഈ ഒരു ഇപ്പം നിങ്ങൾ നേരിട്ട് രേണുവിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എന്തെങ്കിലും ഒരു മാസ് ഡയലോഗ്? നേരെ പോവാൻ നേരെ പോവാം. നമ്മൾ പൊളിച്ചെടുക്കുക, ആരും ബുദ്ധിമുട്ടിക്കുക. അപ്പൊ രേണു എൻ്റെ ചങ്കുകൾ എല്ലാവരും പറയാണ്, നിന്നെ പൊളിക്ക്, ദാസേട്ടൻ കൂടെ.